സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഇന്ന് ലഹരിയുടെ കാലമല്ലേ, ഇന്ന് സെക്സിന്റെ കാലമല്ലേ, ഇന്ന് മൊബൈൽ പ്രേമത്തിന്റെ കാലമല്ലേ, മെസ്സേജ് കൊണ്ട് സെക്സ് ആസ്വാദനം നടത്തുന്ന കാലമല്ലേ. നാട്ടിൽ അറിയപ്പെട്ട മാന്യന്റെ മോന് പോലും മോള് പോലും പരസ്പരം ചാടിപ്പോവുകയല്ലേ. അതിൽ മതം പോലും നോക്കുന്നില്ലല്ലോ. റമളാൻ ഒരു പ്രശ്നമല്ലല്ലോ. എത്രയോ നല്ല കുടുംബത്തിലുള്ള പെൺകുട്ടികളതാ അന്യ യുവകോമളന്മാരായ കാമവറിയന്മാർക്ക് ശരീരത്തിന്റെ സൗന്ദര്യം മുഴുവനും മെസ്സേജിലൂടെ അറിയിച്ചു കൊടുക്കുന്നു. രാത്രിയുടെ ഇരുട്ടറയിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിന്റെ ഇടയിൽ സമയത്തെ സന്തോഷിപ്പിക്കാൻ ടൈം പാസിന് വേണ്ടി ആസ്വാദന ചിത്രമായി അനുഭവിക്കുന്നത് നിന്റെ 17-കാരിയുടെ മാർദ്ദളമായ ശരീരത്തിന്റെ ചർമ്മ വെളുപ്പല്ലേ. നാണമില്ലേ മുസ്ലിമേ? ഈ തിരൂര് ഭാഗത്ത് നിന്ന് പത്രത്തിൽ എത്രയോ സെക്സിന്റെ വാർത്തകൾ പേപ്പറുകളിൽ കാണാറില്ലേ? പുറം നാടുകളിൽ പോയാൽ തിരൂര് താമസിക്കുന്ന നമുക്കൊരു വഷളത്തരമല്ലേ? നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കുക. ഉമ്മമാരെ, രക്ഷിതാക്കളെ, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തീവ്രമായി യത്നിക്കുമ്പോ മക്കളുടെ കാര്യത്തിൽ ഉദാസീനത കാണിച്ചാൽ നീ ഒരു പക്ഷേ ഇബാദത്ത് കൊണ്ട് സ്വർഗത്തെ സ്വന്തമാക്കാനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കുണ്ടെങ്കിലോ, ക്വാളിറ്റിയിലേക്ക് നീ ഉയർന്നാലും അതിന്റെ യോഗ്യത നിന്റെ കൂടെയുണ്ടെങ്കിലും മകൻ കാരണത്താൽ കത്തിക്കാളുന്ന ഭീകരമായ നരകാഗ്നിയിലേക്ക് ശാശ്വതമായ വിറകുവള്ളിയാവാൻ നിന്നെ അള്ളാഹു വലിച്ചെറിയുന്നത് നീ സങ്കടപ്പെട്ട് കാണുന്നില്ലേ? പേടിയോടെ ചിന്തിക്കുന്നില്ലേ? അതുകൊണ്ട് മക്കളെ മര്യാദക്ക് നിർത്തുക. രാത്രി സമയത്ത് വൈകിട്ട് വീട്ടിലേക്ക് കടന്നുറങ്ങാൻ വേണ്ടി വരുന്ന മകനെ ചെവി പിടിച്ചിട്ട് ചോദിക്കുക, കാരണവരെ, എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എന്റെ ചോരയിൽ പിറന്നിട്ട് എന്റെ വീട്ടിൽ താമസിക്കുന്ന നീ എന്താണടാ രാത്രി വൈകാൻ കാരണോ? ഏത് റൗഡി സംഘത്തിലാ നീ പെട്ടത് എന്ന് ചോദിച്ചിട്ട് മകനെ ശകാരിക്കാനുള്ള നാക്ക് നിനക്കില്ലെങ്കിൽ ഈ നാക്ക് കൊണ്ട് ഒരു പക്ഷേ കലിമ നിനക്ക് ചൊല്ലാൻ സാധിച്ചെന്ന് വരില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സ്വന്തം ശരീരത്തെ സൂക്ഷിക്കുന്നതോടെ കുടുംബത്തിന്റെ ശരീരത്തെയും സൂക്ഷിക്കാൻ, ഭാര്യയുടെ ശരീരത്തെയും സൂക്ഷിക്കാൻ, മക്കളുടെ ശരീരത്തെയും സൂക്ഷിക്കാൻ, ഉറ്റവരുടെ ശരീരത്തെയും സൂക്ഷിക്കാൻ, ഉടയവരുടെ ശരീരത്തെയും സൂക്ഷിക്കാൻ, അയൽവാസികളുടെ ശരീരത്തെയും സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ അടുത്തുള്ള പരിചയമില്ലാത്ത സർവ്വ മുസ്ലിമീങ്ങളെയും ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നവനും യത്നിക്കുന്നവനും മനസ്സ് കാണിക്കുന്നവനുമല്ലേ മുസ്ലിം. ആ കടമ തീർക്കാതെ സ്വന്തമായിട്ടുള്ള ഇബാദത്തും സ്വന്തമായിട്ടുള്ള സ്വർഗവും മനസ്സിൽ സ്വപ്നം കണ്ടാൽ അത് വിഡ്ഢികളുടെ ഭവനത്തിൽ ഭജനമിരിക്കാനുള്ള ദുസ്വഭാവമാണ് കേട്ടോ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മക്കളെ ശ്രദ്ധിക്കണം. നല്ല ആചാരമോനെ കള്ളുടിച്ചുകൊണ്ട് കള്ളുഷാപ്പിന്റെ വരാന്തയിൽ മോന്ത കുത്തി വീണെടുക്കുന്ന കാലമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അതുകൊണ്ട് മണ്ണിൽ നിന്നുണ്ടായ ആ മണ്ണിലേക്ക് പോകും. ആത്മാവ് അല്ലാഹുവിന്റെ അനന്തവിഹായത്തിലേക്ക് പാറിപ്പറക്കുമ്പോ യാ അയ്യുഹൽ മുത്മഇന്നീന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തുൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ മഹാഭാഗ്യം അനുഭവിക്കാനുള്ള ഭാഗ്യവും ബോധവും അവസരവും അതിനുള്ള എല്ലാ നിഅമത്ത് അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എന്റെ ഒച്ചയ്ക്ക് അടച്ചുപോയിട്ട് വലിച്ചെടുത്തിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഇനി നീട്ടിയ നാളെ